രാഷ്ട്രീയത്തിൽ ഇഷ്ടപ്പെട്ടിട്ട് വന്നതാ ചേട്ടാ. രാഷ്ട്രീയം ഒരുപാട് ഇഷ്ടപ്പെട്ടിട്ട് വന്നതാ. ഞാൻ മുന്നേ SFIക്കാരിയായിട്ട് ഇരുന്നിട്ടുണ്ട്. അവിടുന്ന് ഞാൻ മാറി ഇപ്പം ഈ രാഷ്ട്രീയം ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ എൻ്റെ ഉള്ളിലൊരു കമ്മ്യൂണിസം ഉണ്ട്. കമ്മ്യൂണിസം എന്ന് പറയുന്ന ഒരു രാഷ്ട്രീയത്തിൻ്റെയും കുത്തകയല്ല. അത് ഞാൻ ഇപ്പോഴും പറയുന്നു. കമ്മ്യൂണിസം എന്ന് പറയുന്നത് മതവും ജാതിയോ ഒന്നും ഇല്ലാതെ ഒരുമിച്ച് ഷെയർ ചെയ്ത് ഭക്ഷണം കഴിച്ചാൽ അവിടെ കമ്മ്യൂണിസമാണ്. വോട്ടർ ലിസ്റ്റ് അല്ല, അതിനാണ് ഞാൻ പറഞ്ഞു വരുന്നത് ചേട്ടാ. അതിനുള്ള കറക്റ്റ് മറുപടിയാണ് ഞാൻ പറഞ്ഞു തരുന്നത്. എനിക്ക് എന്ന് വോട്ട് ചെയ്യണം തോന്നിയ സമയത്താണ് ഞാൻ അവിടെ പോയി സംസാരിക്കുന്നതും. പ്രസന്നകുമാരി ചേച്ചി അവിടെ അത്രയും നല്ല കാര്യങ്ങൾ അവിടെ ചെയ്തിട്ടുണ്ട്. അടുത്ത വട്ടം ചേച്ചി വോട്ട് ചെയ്യുന്ന സമയത്ത് ചേച്ചി വരുന്ന സമയത്ത് ഞാൻ വോട്ട് ചെയ്യുമെന്ന് പറഞ്ഞിട്ട് ദുബായിൽ നിന്ന് വന്നിട്ടാണ് ഞാൻ ചേച്ചിക്ക് വേണ്ടി വോട്ട് ചെയ്തത്. അപ്പോൾ അതുകൊണ്ട് ആ സമയത്ത് ഹരിബറി എന്ന് പറഞ്ഞാൽ അന്ന് ഇത്രയും ദിവസങ്ങളൊന്നും എടുക്കില്ലായിരുന്നു. ഇത്രയും ഒന്നും ഓൺലൈൻ പ്രോസസ്സിങ് അല്ലായിരുന്നു. ഇപ്പം കഴിഞ്ഞ വട്ടം ഓൺലൈൻ പ്രോസസ്സിങ് അല്ലായിരുന്നു. കഴിഞ്ഞ വട്ടമൊക്കെ ഈ ഡേറ്റിന് കുറച്ചൊക്കെ മുന്നേ തന്നെ നമുക്ക് ആൾക്കാരെയൊക്കെ ആഡ് ചെയ്യുന്നുണ്ട്. ഇപ്പം കറക്റ്റ് 7 ദിവസം വേണം. അപ്പൊ ഒരു കാര്യമുണ്ട്. അപ്പൊ എന്നോടുള്ള സ്നേഹം കൊണ്ടായിരിക്കാം എന്നോട്. അതാ ഞാൻ പറഞ്ഞത്. എന്നോടുള്ള അതല്ല ഞാൻ പറഞ്ഞത്. 15-ാം തീയതി എന്ന് പറയുന്ന ഡേറ്റ് അതാ ഞാൻ പറഞ്ഞത്. 15-ാം തീയതിക്ക് ശേഷമുള്ള 7 ദിവസം. ആ 7 ദിവസമാണ് നമ്മുടെ എൻറോൾമെന്റ് നമ്പർ വരുന്ന ദിവസം. അതേ ഞാൻ പറഞ്ഞുള്ളൂ. മുന്നേ ഒരുപാട് സമയങ്ങൾ വോട്ടർ ലിസ്റ്റിൽ പേര് ഇറക്കാനുള്ള സമയങ്ങളുണ്ടായിരുന്നു. പത്രങ്ങളിൽ കൃത്യമായ പരസ്യങ്ങളുണ്ടായിരുന്നു. ഒന്നും പറ്റില്ല ചേട്ടാ. സിനിമയിൽ ഭയങ്കര ബിസി ആയിരുന്നു ചേട്ടാ. അതാണ് സംഭവിച്ചത്. ഇപ്പോഴാണ് എനിക്കതിന് പറ്റിയത്. ഇനി അങ്ങോട്ട് ഞാൻ വളരെ ശ്രദ്ധിക്കും നിങ്ങളെ.